ഹലോ ഗോയ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആണ് ചിക്കൻ 65 മേക്കിംഗ് വീഡിയോ. അപ്പോൾ നമുക്കാദ്യം വൃത്തിയാക്കാം. അതിൻ്റെ നല്ലൊരു ചിക്കൻ പീസ് എടുക്കുക, വൃത്തിയാക്കണം. ഇതിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ചെയ്യുന്നില്ല, ഞാൻ ഇന്നലെ ചെയ്തു. അപ്പോൾ വീഡിയോ ഉള്ളതും പറഞ്ഞു ചെയ്താണ്. ഇതപ്പോൾ നമുക്ക് ഇനി വീഡിയോ റെഡിയാക്കിയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയറും ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. നമ്മൾ ഈ ചെറുതാക്കി മുറിച്ചാണ്, ഇത് പൊരിച്ചാനാണ്. അപ്പോൾ ഓരോ പീസ് എടുത്ത് ചെറുതാക്കി മുറിച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പൊരിച്ചിടിച്ചാണ്. പിന്നെ ഇതൊക്കെ ആവശ്യമില്ലാത്ത മുറിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മുറിച്ചിടാം. കുട്ടികളൊന്നും അനുഗ്രഹിക്കരുത്, മാതാപിതാക്കളില്ലാതെ ആരും അടുത്ത് അനുഗ്രഹിക്കരുതെന്ന് ഞാൻ പറയുന്നു. ഇതൊരു ക്രൈസി ആയിട്ടെന്ന് എഴുതിയിട്ടാ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചധികം പണിയാണ്, കാരണം കുറച്ചധികം വേണം. പിന്നെ ഒന്ന് പറയാമല്ലോ, ഞങ്ങൾക്ക് ഓണി ഇഷ്ടമല്ല ഏത് പീസ് കൊടുക്കാം. ഞാൻ പിന്നെ പൊരിച്ചാനായതുകൊണ്ട് ഈ എല്ലില്ലാത്ത പഞ്ഞ പീസാണ് കൊടുക്കണേ. ഇതിലാകുമ്പോൾ എല്ലുണ്ടല്ല, അപ്പോൾ പൊരിച്ച് ചെറിയ പീസൊക്കെ സുഖമാണ്. എല്ലുണ്ടാക്കി നമുക്ക് പീസാക്കാൻ കുറച്ച് പണിയാണ്. ഇനി കുറച്ചും കൂടി മതി. ഇപ്പം പൊരിച്ച് ഈ സ്കൂളിലേക്ക് ചെറിയ കൂട്ടാൻ കൊണ്ടുപോകാനാണ്. അപ്പം അതിനുള്ളതൊക്കെ മതി. ഇതിപ്പോൾ ഇതൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കണം. അപ്പം ഇതാദ്യം വാരി ഇടണം. വാരി പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം. ഞാൻ വാരി കഴിക്കണം. 2-3 ഉണ്ടല്ലോ. വൃത്തിയാക്കണം ആദ്യം ചിക്കന്. നല്ല രീതിയിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. നന്നായിട്ട് 2-3 വട്ടം കേൾക്കുക. അപ്പം ഗൈസ് ഒന്നും വേണ്ട, മസാല കൂട്ടലാണ്. അധികമൊന്നുമില്ല, കുറച്ച് വിനാഗിരി അതാ കൊടുക്കുക, സാൾട്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ട. ആദ്യം 1.5 സ്പൂണ് ഇത് ഇത്ര ചിക്കനുള്ളൂ. 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് ഞങ്ങൾ ഒറ്റക്ക് പൊടിച്ചാണ്. മുളക് ആയിട്ട് പിന്നെ കല്ലുപ്പ് എടുക്കാം, പക്ഷെ നല്ലത് പൊടിപ്പാണ്. കാരണം കല്ലുപ്പ് നമ്മളെ പൊടിച്ചത് കുറച്ച് പണിയിലേക്കും. ഇതങ്ങനെ തന്നെ 1 സ്പൂൺ വേണേ. ഉപ്പ് 1 സ്പൂൺ വേണം. ഉപ്പ് 1 സ്പൂണ്. അടുത്ത് മഞ്ഞൾപ്പൊടി കൂടി ഇടാം. മഞ്ഞൾപ്പൊടി 3/4 സ്പൂണ് മതി. അത് കണ്ടിട്ട് വിനാഗിരി, ലേശം വിനാഗിരി. എണ്ണ ചേർക്കേണ്ട ഒരു കല്ലും ചേർക്കാം. നമ്മളിപ്പോൾ ചേർക്കാവുന്ന വിനാഗിരി 2 വിനാഗിരി നമുക്ക് ചേർക്കാം. 1 സ്പൂൺ വിനാഗിരിയൊക്കെ പോകും. 2 വിനാഗിരി 2 വിനാഗിരി ചേർക്കും. ഈ ഒരു മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വിനാഗിരി ഞാൻ നന്നായിട്ട് പിഴിച്ചു. അപ്പോൾ നമ്മളൊക്കെ ഇളക്കിയിരിക്കുന്നത്.
ഇനി നമുക്കിത് അപ്പം നമുക്ക് പൊരിച്ചാൽ കൊണ്ടുപോകാം. പൊരിച്ചതിൻ്റെ ഇടയിൽ കാണാം. അപ്പം നമുക്ക് ചിക്കൻ ചൂടാല് ഗ്യാസ് കത്തിക്കുക. ചൂടാകുമ്പോൾ എണ്ണ വെക്കണം. നമുക്ക് ഇനി കുറച്ച് എണ്ണ വെച്ചാൽ എണ്ണ ഇത് പൊട്ടുമ്പോൾ അത് നമ്മൾ സിമ്മിലിടുക. എന്നിട്ട് എണ്ണ ചൂടാക്കണം. അപ്പോൾ അതിൽ ചിക്കൻ വരിക. ചിക്കൻ പരത്തി കൊടുക്കുകയാണ്. അപ്പം നമ്മളിത് എണ്ണയിൽ പൊരിച്ചാണ്. ഇനിയും കുറച്ചുണ്ട്. ഇത് ഫുള്ള് പൊരിച്ച് അത് മാത്രമല്ല നമ്മളെ കൈമ മുറിയേക്കണ്. ഇതിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. ഇതൊന്നും പൊരിച്ചിട്ട് കാണാം. അപ്പം നമുക്കിന്ന് ഇതൊന്ന് മറിച്ചിടണം. സിമ്മിലിട്ടൊന്ന് മറിച്ചിടുക. മറിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനത്തെ പാത്രം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ബാക്കിയില്ലാന്ന് മറിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പറഞ്ഞാൽ നമ്മളിത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പിന്നെ കരിവേപ്പിൻ്റെ ഇല എടുത്തുക്കണ്. ഇതായിട്ടില്ല, ഇതൊന്നും വേഗാണ്ട് ഇതേ പാത്രത്തിൽ നമ്മൾ അരിഞ്ഞ് വെച്ച കരിവേപ്പിൻ്റെ ഇലയും ഉള്ളി ഇട്ട് വാട്ടണ്ടേ. അപ്പം നമുക്കിത് ഈ ചിക്കൻ നമുക്കിനി വെന്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ ഇത്രയും നേരമായിട്ട് ചിക്കൻ പകുതി വന്നിട്ടുള്ളൂ. എന്നിട്ട് വെന്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങളുണ്ടോ. ഇനി പകുതി വന്നിട്ടുള്ളൂ. എപ്പോഴും ഇതിങ്ങനെ വെക്കാൻ പാടില്ല. ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് കൊടുക്കണം. എന്നാലും എല്ലാ ഭാഗവും വെന്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗം വേഗാതെ ഒരു ഭാഗം വെന്ത് കരിയും. എപ്പോഴും അതൊക്കെ കിടക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി. ഇളക്കി പരത്തി വെക്കണം. മറിച്ചിടും എല്ലാ ഭാഗവും ഇളകാൻ വേണ്ടി. അപ്പം നമ്മൾ ചിക്കൻ ഏകദേശം വേഗാനേക്കരുത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക. ഇത് നമ്മൾ അയക്കണേ. ഇനി ഇതിൻ്റെ ഇത് പറഞ്ഞാൽ ഈ കരിവേപ്പിൻ്റെ ഉള്ളിയും വാരിയിട്ട് നമുക്ക് ഇട്ട് വെക്കാം. ഇങ്ങനൊരു ഭാഗം പറഞ്ഞാൽ ഈ ഉള്ളി ഒരു മഞ്ഞ കളറാവും. അപ്പം മഞ്ഞ കളറാണ് വരെ ആവശ്യമില്ല അത്ര ഇതാക്കിയാൽ മതി, അധികം ആക്കണ്ട. പിന്നെ കുട്ടികളാരാണ് കഴിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നു. നമ്മളിതാ ഇട്ടു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണ്ടേ. പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അത് സൂക്ഷിക്കണം, കാരണം നേരത്തെക്കാളിലും കുറച്ച് അപകടമാവും. അവസാനം ഇതായിക്കണം. അപ്പോൾ കുറച്ച് കൂട്ടിക്കറികളൊക്കെ ഉണ്ട്. ഇതെന്താ പറഞ്ഞാൽ നമ്മളിത് ഓഫാക്കണം. നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ചിക്കൻ ആയിട്ടുണ്ട്. ഇത് നമുക്ക് രാവിലെ കടിക്കുണ്ടായതാണ്. അപ്പോൾ നമ്മൾ ഇതിക്ക് ചപ്പാത്തി, നമുക്ക് ഈ ചപ്പാത്തിക്ക് നമ്മൾ ചിക്കൻ സെർവ് ചെയ്തിട്ടൊന്ന് തിന്ന് നോക്കാം. നമ്മൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്ര മതി. ഓക്കെ, അപ്പം നമ്മളെ ചിക്കൻ 65 മേക്കിംഗ് വീഡിയോ റെഡി.
നമുക്കിതൊന്ന് തിന്ന് നോക്കാം. ചപ്പാത്തിന് ചെറിയ പീസ് എടുക്കുക. നമ്മൾ ചിക്കൻ്റെ ചെറിയ പീസ് എടുത്തിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ബൈ ബൈ.